ഇപ്പോഴും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യാജ റെസീറ്റ് വിവരം പുറത്തായത് ഈ കോളേജിൽ നിന്നാണ്, MHS കോളേജിൽ നിന്നാണ് ആ വ്യാജ റെസീറ്റിൻ്റെ വിവരം പുറത്തായെന്നാണ്. അപ്പോൾ ആ വിവരം പുറത്തു വിട്ടത് ഞാൻ വഴിയാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ഞാനവിടെ പ്രിൻസിപ്പലുടെയും ജനറൽ സെക്രട്ടറിയുടെയും മറ്റ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്താണ് എന്നെ കഴുത്തിന് പിടിച്ച് വലിച്ച് റൂമിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി എൻ്റെ കൈ രണ്ടും ബാക്ക് പിടിച്ച് കെട്ടി എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലും വണ്ടിയുടെ ചാവി എടുത്ത് മാറ്റുകയും നിന്നെ കൊന്നുകളയെന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരം മർദ്ദിക്കായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച എന്താ വിഷയം, എന്നോട് പറഞ്ഞു പിന്നെ നീയാണ് ഇവിടുന്ന് പിന്നെ ഈ വിവരം പുറത്തു കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് വിനോദിനെയും വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. 2:30 വരെ ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വല്ലാതെ ഉപദ്രവിച്ചു. കോളേജിന് പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, പിന്നെ നാളെ മുതൽ അങ്ങനെ തുറക്കില്ല, ഇവിടെ 10,000-കണക്കിന് പ്രവർത്തകരുണ്ടാവും എന്ന രീതിയിലൊക്കെയാണ് അനുസരിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കാതെ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് പിടിച്ച് ചുമരോട് കൂട്ടിപ്പിടിച്ച് കൊന്നുകളയെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോഴേ അവർ നിർബന്ധിച്ചിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങി. ചെയ്തത് BJPയുടെ കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളി, ജനറൽ സെക്രട്ടറി എടക്കുടി മനോജ്, പിന്നെ വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിബേഷ് പന്നക്കാരി, പിന്നെ വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ സുനിൽ ഒതയോത്ത്, പിന്നെ ഒരു മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സുനിൽ മാങ്ങിക്കൈ. ഇവരൊക്കെയാണ് എനിക്ക് പരിചയമുള്ള ആൾക്കാർ. എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.